നന്നായി വിശന്ന് കഴിയുമ്പോൾ ഒരു ബിരിയാണി കഴിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയാണ്. ബിരിയാണി കഴിക്കുന്നത് ഒരിലയിലും കൂടി ആകുമ്പോൾ അത് കുറച്ചും കൂടി കളറാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 പീസും നല്ല ക്വാണ്ടിറ്റി റൈസും വരുന്ന ഒരു ബിരിയാണി ആയിരുന്നത്. റൈസൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ടൈപ്പ് ആയിരുന്നു ഉണ്ടായത്. ഒന്നിച്ചുണ്ടായിരുന്ന ചിക്കൻ നല്ല ഫ്രൈഡ് ആയിട്ടുള്ള പീസായിരുന്നു. എനിക്കാണെങ്കിൽ ഈ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയോട് ചെറിയൊരു ഇഷ്ടം കൂടുതലുണ്ട്. കുറച്ച് കച്ചമ്പറം എടുത്തിട്ട് ഒരു പപ്പടെല്ലാം പൊട്ടിച്ചിട്ട് അതങ്ങ് കൂട്ടി അങ്ങ് കഴിക്കണം. അതുകൂടാണ്ട് ഇവിടെ നല്ല ബീഫ് ബിരിയാണിയും കിട്ടും. ബിരിയാണി ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവർ സെർവ് ചെയ്യുന്നത്. ഒരുപാട് ബീഫിൻ്റെ പീസും നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ബീഫും ആയിട്ടുള്ളൊരു നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. ഫ്രണ്ട്സിന് നല്ല ഇഷ്ടമായത് ബീഫ് ബിരിയാണി ആണെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ചിക്കൻ ബിരിയാണി തന്നെയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു മാജിക് ബോൾസ് എന്ന് പറഞ്ഞാൽ ഗ്രേപ്പിൻ്റെ ഡ്രിങ്ക് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ ബിരിയാണി അല്ലാണ്ട് വേറെ മെനു ഒന്നുമില്ല. ബിരിയാണി മാത്രം ഫോക്കസ് ചെയ്തിട്ടില്ലേ റൈസറിൻ്റെ പുതിയൊരു ഔട്ട്ലെറ്റാണ് ഇത്. അപ്പോൾ നമ്മുടെ റൈസറി എക്സ്പ്രസിൻ്റെ ബിരിയാണി കിച്ചൺ വരുന്നത് നമ്മുടെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള റോയൽ സിറ്റി കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.